നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. 14ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച ച എന്ന അക്ഷരത്തിൻ്റെ കൂട്ടക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ചായുടെ കൂട്ടക്ഷരമാണ് ഛ. ഈ അക്ഷരം വരുന്ന വാക്കുകളും വാചകങ്ങളുമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. ചായയുടെ കൂട്ടക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ച, അതിൻ്റെ ചെറുതെ ഒരു ച വരച്ചു. ച പ്ലസ് ചായാണ് ചായയുടെ കൂട്ടക്ഷരം. ചായയുടെ കൂട്ടക്ഷരം എങ്ങനെ എഴുതാൻ നോക്കൂ. ഒരു ച വരച്ചു. നമ്മൾ വരച്ച ഈ ചായയുടെ അതേ ഒരു ച വരച്ചു. അതിനുശേഷം ഈ ഒരു മൂലയിൽ നിന്ന് ഒരു ട്രയാങ്കിള് ഏതാണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വരെ നീട്ടിക്കൊണ്ടുവന്ന് ഒരു ട്രയാങ്കിള് വരയ്ക്കാം. ഛ എന്നാണ് ഇതിനെ ഉച്ചരിക്കാം. ഛ. എങ്ങനെയാണ്? ഒരു ച വരച്ചു. അതിനുശേഷം ഈ ഒരു കോർണറിൽ നിന്നും ഒരു ട്രയാങ്കിള് നീട്ടി വരച്ചു. ഇതാണ് ചായയുടെ കൂട്ടക്ഷരം. ഛ എന്നാണ് ഇതിനെ ഉച്ചരിക്കുക. ഛ. ഇനി ഈ ഛ വരുന്ന വാക്കുകൾ നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്ക് പച്ച എന്നാണ്. ആദ്യം പ എഴുതണം. തൊട്ടടുത്തായിട്ട് ചായയുടെ കൂട്ടക്ഷരം ച എഴുതി അടിയിലൊരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പും വരച്ചു. പച്ച. അടുത്ത് നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്ന വാക്ക് വാച്ച് എന്നാണ്. വാ എഴുതി ആ എന്നതിൻ്റെ ചിഹ്നം വരച്ചു. അതിനുശേഷം ചായയുടെ കൂട്ടക്ഷരം വരച്ചു. എന്നുള്ള ശബ്ദത്തിനായിട്ട് ചന്ദ്രക്കല ഇട്ടു. വാച്ച്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കച്ചവടം. ക എഴുതുന്നു. ക കഴിഞ്ഞിട്ട് ചായയുടെ കൂട്ടക്ഷരം കച്ച. അതിനുശേഷം വാ എഴുതി ടം. ട എഴുതി അമ്മിൻ്റെ ചിഹ്നം ഇട്ടു. കച്ചവടം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് കാച്ചണം. ക എഴുതി ആ എന്നതിൻ്റെ ചിഹ്നം വരച്ചു. കാ. ഛ. ചായയുടെ കൂട്ടക്ഷരം എഴുതി. കാച്ച ണം. ന എഴുതി അമ്മിൻ്റെ ചിഹ്നം. കാച്ചണം. ഇനി നമുക്ക് ചായയുടെ കൂട്ടക്ഷരം വരുന്ന വാചകങ്ങളൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന വാചകം പാല് കാച്ചണം. പാല്. ആദ്യത്തെ വാക്ക് പാല് എന്നാണ്. ടീച്ചർ ഇതേ പാല് എന്നാണ് വാക്കാണ് എഴുതുന്നത്. പാല്. ല എഴുതിയിട്ട് ചന്ദ്രക്കല. പാല്. കാച്ചണം. കാ. എഴുതി ആന്റെ ചിഹ്നം കാ. ഇനി ചായയുടെ കൂട്ടക്ഷരം ഛ. കാച്ച ണം. ണ എഴുതി അമ്മിൻ്റെ ചിഹ്നം. കാച്ചണം. പാല് കാച്ചണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം 3 വാക്കുള്ള വാചകമാണ്. ഇല പച്ച നിറമാണ്. ഇല പച്ച നിറമാണ്. ആദ്യം ഇല എഴുതുന്നു. ഇല. പച്ച. പ എഴുതി ചായയുടെ കൂട്ടക്ഷരം പച്ച. നിറമാണ്. നാഴുതി ഈയുടെ ചിഹ്നം നീ. റ. മാ. ണ്. നാഴുതിയിട്ട് ന്റെ ചിഹ്നം. നിറമാണ്. ഇല പച്ച നിറമാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്ന വാചകാണ് വാച്ചാണ് കച്ചവടം.
ആദ്യം വാ ചാണ് എന്നാണ് എഴുതാൻ പോകുന്നത്. വാ ഛാ ണ്, വാച്ചാണ്. വാച്ചാണ്. അടുത്ത വാക്കെന്താ? കച്ചവടം അല്ലേ? ക എഴുതി, ഛ കച്ച, ച കൂട്ടക്ഷരം എഴുതി, വാ ടം കച്ചവടം. വാച്ചാണ് കച്ചവടം. അപ്പം നമ്മൾ പാഠം 14 പഠിച്ചു കഴിഞ്ഞു. പാഠം 14 നമ്മൾ ഛ എന്ന അക്ഷരമാണ് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചായയുടെ കൂട്ടക്ഷരമാണ് ഛ. പിന്നീട് ഛ വരുന്ന വാക്കുകളാണ് പഠിച്ചത്. പച്ച, ഗ്രീൻ കളർ അല്ലേ? പച്ച, ഇലയുടെ നിറം പച്ചയാണ്. പിന്നെ നമ്മൾ വാച്ച് എന്ന വാക്ക് പഠിച്ചു. പിന്നീട് നമ്മൾ കച്ചവടം എന്ന വാക്ക് പഠിച്ചു അല്ലേ? കച്ചവടം നോക്കൂ, കച്ചവടം ചെയ്യുന്നത് കണ്ടോ? ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത് കണ്ടോ? കച്ചവടം എന്ന വാക്ക് പഠിച്ചു. പിന്നെ ഈ പാഠത്തിൽ നമ്മൾ അവസാനം പഠിച്ച വാക്ക് കാച്ചണം എന്നായിരുന്നു. നോക്കൂ, പാല് കാച്ചുന്നത് കണ്ടോ? പാല് തിളപ്പിക്കുന്നതിനെ പാല് കാച്ചുക എന്ന് പറയും. കാച്ചണം എന്ന വാക്ക് നമ്മൾ പഠിച്ചു. കൂട്ടക്ഷരം ച വരുന്ന കുറച്ച് വാചകങ്ങളാണ് പഠിച്ചത്. ഒരുമിച്ച് വായിക്കാം. പാല് കാച്ചണം. ഇല പച്ച നിറമാണ്. വാച്ചാണ് കച്ചവടം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 14 പഠിച്ചത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ചുല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്കുകളൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിച്ച് എഴുതണം. ആദ്യത്തെ വാക്ക് ചിരി. ചിരി, ചിരി. ചിരി, ചിരി. രണ്ടാമത്തെ വാക്ക് ചാടി. ചാടി, ചാടി. മൂന്നാമത്തെ വാക്ക് ചക്ക. ചക്ക, ചക്ക. നാലാമത്തെ വാക്ക് ചിരവ. ചിരവ, ചിരവ. അഞ്ചാമത്തെ വാക്ക് ചവറ്. ചവറ്. ആറാമത്തെ വാക്ക് ഇട്ടവം. ഇട്ടവം. ഏഴാമത്തെ വാക്ക് കാക്ക. കാക്ക. എട്ടാമത്തെ വാക്ക് ആട്. എട്ടാമത്തെ വാക്ക് ആട്. ഒമ്പതാമത്തെ വാക്ക് വടി. വടി, വടി. പത്താമത്തെ വാക്ക് തരാം. തരാം, തരാം. ഇന്ന് വായിച്ച് പരിശീലിക്കാനുള്ള വാചകങ്ങളാണ് തന്നിരിക്കുന്നത്. അവ വായിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ എഴുതി പഠിച്ചതും കേട്ടെഴുത്തിൻ്റെയും ഒക്കെ കൂടെ ടീച്ചർക്ക് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.